കൊല്ലത്ത് കല്യാണത്തിനിടെ വീണ്ടും കൂട്ടത്തല്ല്. A few moments later. ഇത്തവണ ഐസ്ക്രീം കിട്ടാത്തതിന്റെ പേരിലാണ് തല്ല്. നല്ല ബെസ്റ്റ് മണ്ടന്മാര്. വധുവിന്റെ കൂടെ വന്നവർ ഐസ്ക്രീം ആവശ്യപ്പെട്ടപ്പോ തീർന്നു പോയെന്ന് കേറ്ററിംഗ് ഏജൻസി പറഞ്ഞതാണ് തല്ലിന്റെ തുടക്കം. ഈ വൈകിയ വേളയിൽ ഇതിനെ ചൊല്ലിയൊരു തർക്കം വേണ്ട, നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. A few moments later. പപ്പടം, ലേസ്, ദാ ഇപ്പോ ഐസ്ക്രീമും. എടാ നിനക്കൊന്നും നാണയില്ലടാ. വല്ലാതെ ചിരി വരുന്നുണ്ട്. കാരണം പലപ്പോഴും ലൈസിനും പപ്പടത്തിനും ഒക്കെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഐസ്ക്രീമിന് വേണ്ടിയാണ് അടി. വധുവിന്റെ ആളുകൾ അവിടെ ഞങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന് കാറ്ററിംഗ് ആളുകളോട് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു ഐസ്ക്രീം ഒക്കെ കഴിഞ്ഞു, ഇനിയില്ല, സ്റ്റോക്കില്ല എന്ന് പറഞ്ഞു. ഇത് ബഹളമായി. ഈ ബഹളം പിന്നീട് കൂട്ടടിയിലേക്ക് കലാശിച്ചു എന്നാണ് പറഞ്ഞത്. ശേഖരന്റെ നാട്ടിൽ മേടിച്ച് നീ അടങ്ങൂല്ലടാ. പിന്നീട് പോലീസൊക്കെ എത്തിയാണ് ഈ ആളുകളൊക്കെ അവിടുന്ന് പിരിച്ചുവിടുകയും രംഗം ശാന്തമാക്കുകയും ചെയ്തത്. താനൊക്കെ എന്ത് തരം മണ്ടന്മാരാണോ? ചില ആളുകളൊക്കെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയി എന്നൊക്കെ വിവരമുണ്ട്. നീയൊക്കെ നിയമം കയ്യിലെടുക്കൂല. കൊല്ലംകാർ വ്യത്യസ്തരാണ്. ഡോക്ടർ അരുൺ പപ്പടത്തിന് വേണ്ടി, ലൈസിന് വേണ്ടി, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഐസ്ക്രീമിന് വേണ്ടി, അങ്ങനെ വ്യത്യസ്തമായ അടികളാണ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാ, ഐസ്ക്രീമിനൊക്കെ വേണ്ടിട്ട് തല്ലുകൂടെ. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ആൾക്കാർ വന്നു, തല്ലായി, ബഹളമായി. ഇപ്പൊ ആ വധുവിന്റെ വരന്റെ കാര്യമാണ് കഷ്ടം. വെടിക്കെട്ട് പറമ്പിൽ പെട്ടുപോയ പട്ടിയെ പോലെ ആയല്ലോ എന്റെ മുതലാളിയുടെ അവസ്ഥ. എടാ, ഒരു അപകടം പറ്റുമ്പോ കൂടെ നിക്കണം, ഇട്ടേ ചോടിക്കളയരുത്. എനിക്ക് അപകടം വരാതിരിക്കാനല്ലേ ഞാൻ ഓടിയത്.